കാണാൻ പോകുന്നത് 2025 പുറത്തിറങ്ങിയ ദി നെസ്റ്റ് പ്രിൻസ് എന്ന് പറഞ്ഞൊരു സീരീസാണ്. കഥയുടെ തുടക്കത്തിൽ തന്നെ എമിലി എന്ന് പറഞ്ഞ രാജ്യത്ത് 4 രാജ്യങ്ങളായി വിഭജിച്ച് ഭരിക്കുന്ന ഒരു കഥയാണ് ഒരു കുട്ടിക്ക് അച്ഛൻ പറഞ്ഞു കൊടുക്കുന്നത്. പ്രസൻറ്റിൽ എമിലി എന്ന് പറയുന്ന ഒരു രാജ്യമുണ്ട്, അവിടെ രാജകുമാരന്മാരുമുണ്ട്. അപ്പോൾ അവിടുത്തെ ഒരു ഗ്രാൻഡ് സണ്ണാണ് ചരൺ എന്ന് പറഞ്ഞ ഈ രാജകുമാരൻ എന്ന് പറയാൻ പറ്റത്തില്ല, രാജാവിൻ്റെ ഒരു ഗ്രാൻഡ് സണ്ണാണ്. അങ്ങനെ അവൻ രാജാവിനെ കാണാൻ വരുന്നുവെന്ന് അറിയിപ്പ് കിട്ടി അങ്ങോട്ട് ചെല്ലുമ്പോൾ അവിടെ ഒരു ഫൈറ്റാണ് നടക്കുന്നത്. അപ്പോൾ രാജാവ് പറയുന്നുണ്ട്, ചരൺ നിർത്തു, ഞാൻ നിൻ്റെ കഴിവ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രെയിനറെ അയച്ചതാണ്, ഇത് ശത്രുവൊന്നുമല്ല, ഞാൻ അയച്ച ഒരാളാണെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് രാജാവ് പറയുന്നുണ്ട്, എൻ്റെ അടുത്ത് വന്നിരിക്കൂ, എനിക്ക് കുറച്ച് നിന്നോട് സംസാരിക്കാനുണ്ടെന്ന്. എന്നിട്ട് പറയുന്നുണ്ട്, എനിക്ക് വേണ്ടപ്പെട്ട ഒരാൾ ലണ്ടനിലുണ്ട്, നീ ലണ്ടൻ വരെ ഒന്ന് പോകണം, പിന്നെ നീ എൻ്റെ ഗുഡായിട്ടുള്ളൊരു ഗ്രാൻഡ് സണ്ണാണ്, എനിക്ക് നിന്നോട് മാത്രമാണ് ഇങ്ങനെ ഫ്രണ്ട്ലി ആയിട്ട് ടോക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ, നീ എനിക്ക് വേണ്ടി ലണ്ടനിൽ പോകണമെന്ന് പറയുന്നുണ്ട്. ചരൺ അതിന് സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ ലണ്ടനാണ് നമ്മൾ പിന്നെ കാണിക്കുന്നത്. ലണ്ടനിൽ ഒരു ഇൻവെസ്റ്റർ സെൻറ്ററിൽ ഒരു ഗെയിം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഗെയിം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കയ്യിലുള്ള വാള് കൊണ്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ തലയെ തൊടുമ്പോഴാണ് അവർക്ക് 1 മാർക്ക് ആവുന്നത്. ചരൺ ഈ ഗെയിം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ സെക്കൻഡ് ഹീറോനെ കാണിക്കുന്നത്. അവൻ്റെ ഫേസ് റിവീൽ ചെയ്യുന്നുണ്ട്. അവൻ്റെ പേരാണ് കെനിൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലണ്ടനിലെ ഒരു യൂണിവേഴ്സിറ്റിയിൽ ഈ ഗെയിമിന് സ്പെഷ്യലൈസ് ചെയ്ത് പഠിക്കുന്നവരാണ്. അവൻ ഗെയിം ജയിച്ച് കഴിഞ്ഞ് പോകുമ്പോൾ നമ്മുടെ ചരൺ അവനെ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കെനിൻ്റെ ഫ്രണ്ട് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീ ആരെയാണ് നോക്കുന്നത്, നീ എന്താണ് നോക്കുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും ഒന്നുമില്ല, എനിക്ക് തോന്നിയതാന്ന് പറഞ്ഞിട്ട് അവൻ നടക്കുകയാണ്. അവൻ നടക്കുമ്പോൾ നമ്മുടെ ചരൺ പുറകെ തന്നെ ഉണ്ട്. അവൻ ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞു നോക്കുന്നുണ്ട്. അവനിത് ആരാന്ന് മനസ്സിലാവില്ല, എന്താ ഉദ്ദേശമൊന്നും മനസ്സിലാവില്ല. പെട്ടെന്ന് അവൻ ഒളിച്ചു നിന്നിട്ട് ചരണിൻ്റെ നേരെ തിരിയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് എന്നെ ഫോളോ ചെയ്യുന്നത്, നിനക്ക് എൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും വേണോ, നീ ഒരു കള്ളനാണോ, അല്ലെങ്കിൽ പിന്നെ നീ എന്നിൽ അട്രാക്റ്റഡ് ആയിട്ട് എൻ്റെ ഒപ്പം ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ നോക്കുന്നത്, നിനക്കറിയാൻ പാടില്ലേ ഇങ്ങനെ ചെയ്യരുത് എന്നൊക്കെ. അപ്പോൾ നമ്മുടെ ചരൺ പറയാണ്, ഞാൻ നിന്നെ ഇഷ്ടപ്പെട്ടിട്ട് വന്നല്ല, നിന്നോടൊരു കാര്യം പറയാൻ വന്നതാണ്, നിൻ്റെ ഷോൾഡർ ഭയങ്കര വീക്കാണ്, അതുകൊണ്ട് ഇപ്പം നീ ജയിച്ചാലും ഭാവിയിൽ നീ തോക്കാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോകാണ്. നമ്മുടെ കെനിൻ്റെ വീട്ടിലാണെങ്കിൽ കെനിൻ്റെ ഫാദർ എമിലിയിൽ ഉണ്ടാക്കുന്ന ഒരു ടൈപ്പ് ചീസ് വെച്ചിട്ടുള്ള പാസ്റ്റ് ഉണ്ടാക്കി അവന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. കെനിൻ വരുമ്പോൾ തന്നെ പറയുന്നുണ്ട്, ഇന്നത്തെ മത്സരത്തിൽ ഞാൻ ജയിച്ചിട്ടുണ്ട്, നല്ല രീതിയായിരുന്നു എന്ന് പറയുന്നുണ്ട്. പിന്നെ ഈ ഫുഡിൻ്റെ കാര്യം പറയുമ്പോഴേക്കും കെനിൻ എടുത്ത് പറയാണ്, ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്, ഇതിൽ എമിലിയിൽ ഉണ്ടാക്കുന്ന ഫുഡാണ്, ഇവിടെ ഉള്ളത് എല്ലാം എമിലിയിലെ പോലത്തെയാണ്, ഈ വീടിൻ്റെ ഡിസൈനും എല്ലാം എമിലിയിലെ പോലത്തെയാണ്, അച്ഛൻ ആ നാട് അത്രയ്ക്ക് മിസ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട് അവർ രണ്ടുപേരും കൂടി ഫുഡ് കഴിക്കുകയാണ് ഇരുന്ന്. എന്നിട്ട് നമ്മുടെ കെനിനോട് പറയുന്നുണ്ട് പ്രാക്ടീസ് ചെയ്യാനായിട്ട്. കെനിൻ്റെ അച്ഛനും പറയുന്നുണ്ട്, നിൻ്റെ ഷോൾഡർ ഇത്തിരി വീക്കാണ്, ഭാവിയിൽ നിനക്ക് തോക്കാനായിട്ട് ചാൻസ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ 2ാമത്തെ റൗണ്ടാണ് കാണിക്കുന്നത്. ചരൺ 2ാമത്തെ ഗെയിം കാണാൻ പോകുന്നുണ്ട്. അവിടെയും നമ്മുടെ കെനിൻ തന്നെയാണ് ജയിക്കുന്നത്. കെനിൻ എങ്ങനെ ട്രോഫിയൊക്കെ ആയിട്ട് വീട്ടിലേക്ക് എത്താണ്. വീട്ടിലേക്ക് സന്തോഷത്തിൽ എത്തുമ്പോഴാണ് അച്ഛൻ്റെ അടുത്ത് നമ്മുടെ ചരൺ ഇരിക്കുന്ന കാണുന്നത്. ചരണിനെ കണ്ടുടൻ കെനിൻ ചോദിക്കുന്നുണ്ട്, നീ എന്താണ് ഇവിടെ ഇരിക്കുന്നത്, എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്ന്. ഇപ്പോഴേക്കും നമ്മുടെ അച്ഛൻ പറയാണ്, ഇതെൻ്റെ പ്രിയപ്പെട്ട ഒരു ഫ്രണ്ടിൻ്റെ ഗ്രാൻഡ് സണ്ണാണ്, എനിക്ക് ഇവനെ നോക്കിയേ പറ്റത്തുള്ളൂ, ഇവൻ കുറച്ച് ദിവസം നമ്മുടെ കൂടെ ഉണ്ടാവുമെന്ന് പറയാണ്. നമ്മുടെ കെനിൻ അങ്ങനെ റൂമിൽ പോയിരിക്കുകയാണ്. അവനെ ഇരിക്കുമ്പോഴേക്കും അവൻ കുടിക്കാൻ വെച്ച കോഫി തീരും, അതെടുക്കാൻ വേണ്ടി താഴത്തേക്ക് പോവുകയാണ്. അവിടെ ചെല്ലുമ്പോഴാണ് ചരണിനെ കാണുന്നത്. ചരണിനോട് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്, ഉള്ള സത്യമെല്ലാം പറയാനായിട്ട്. ചരൺ പറയുന്നുണ്ട്, എല്ലാത്തിനുള്ള ഉത്തരം നിൻ്റെ അച്ഛൻ്റെ അടുത്തുണ്ട്, നിനക്ക് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ നിൻ്റെ അച്ഛനോട് തന്നെ ചോദിക്കണമെന്നുള്ള കാര്യം. ഇതിന് മറുപടിയൊന്നും പറയാൻ പറ്റാതെ കെനിൻ അവിടുന്ന് പോവുകയാണ്. പിറ്റേ ദിവസം രാവിലെ അച്ഛൻ ബ്രേക്ക്ഫാസ്റ്റ് ഒരുക്കിയിരിക്കുന്നുണ്ട്. കെനിൻ അങ്ങോട്ട് വന്നിട്ട് സന്തോഷത്തോടെ ഫുഡ് കഴിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഇത് ഇന്നലെ കിട്ടിയ ട്രോഫിയാണ്, ഇന്നലെ തിരക്കിൻ്റെ ഇടയിൽ എനിക്ക് കാണിക്കാൻ പറ്റില്ലെന്ന്. അങ്ങോട്ട് ചാരം വരുമ്പോൾ കെനിൻ ചോദിക്കും, ഇവനെന്താണ് ഇങ്ങോട്ട് വന്നേക്കണേന്ന്. അച്ഛൻ പറയും, നമ്മൾ ഒരുമിച്ചാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതെന്ന്. അതിഷ്ടപ്പെടാതെ കെനിൻ ക്യാൻറ്റീനിൽ നിന്ന് കഴിച്ചോളാന്ന് പറഞ്ഞിട്ട് എണീറ്റ് പോവാണ്. കെനിൻ ചെല്ലുമ്പോൾ കെനിൻ്റെ ഫ്രണ്ട് പുറകെ
ഫോട്ടോയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ടിനോട് പറയുന്നുണ്ട്, എനിക്കെപ്പോഴും ഒരാളെ എന്നെ ഫോളോ ചെയ്യുന്ന പോലെ തോന്നുന്നു എന്ന് പറയുമ്പോൾ അത് നിൻ്റെ വെറും തോന്നലാണ്. പിന്നെ നീ ജയിച്ചതിന് ഞങ്ങളൊരു പാർട്ടി ഒരുക്കുന്നുണ്ട്, നിനക്ക് 2 ഓപ്ഷനുള്ളൂ, 2 മിസ് തന്നെയാണ്, നീ വന്നോ എന്ന് പറയുന്നുണ്ട്. അങ്ങോട്ട് ശരം വരുവാണ്. ശരം വന്നിട്ട് പറയാണ്, ഞാൻ കെനിൻ്റെ ഫ്രണ്ടാണ്, ഞങ്ങൾ പാർട്ടിയുടെ കാര്യം പറയുന്നത് കേട്ടു, ഞാനും കൂടി വന്നോട്ടെ എന്ന് ചോദിക്കുകയാണ്. നമ്മുടെ കെനിന് ഇതൊന്നും ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. പക്ഷെ ഫ്രണ്ട് പറയാണ്, കുഴപ്പമില്ല, നീ കെനിൻ്റെ ഫ്രണ്ട് ആയതുകൊണ്ട് തന്നെ നിനക്ക് പാർട്ടിക്ക് വരാം, നമുക്ക് ഇപ്പം തന്നെ ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞിട്ട് 3 പേരും കൂടി പാർട്ടി സ്ഥലത്തേക്ക് പോവുകയാണ്. ഇവിടെ ചെല്ലുമ്പോഴേക്കും ഒരു ഗേള് കുറച്ച് സ്നാക്സ് എടുത്തുകൊണ്ട് നമ്മുടെ കെനിൻ്റെ അടുത്തേക്ക് വരികയാണ്. വന്നിട്ട് പറയുന്നുണ്ട്, ഇതിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ആണ്, നീ കഴിച്ചു നോക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന്. ശരണും അങ്ങോട്ട് വരുന്നുണ്ട്. അവൻ ആ ഫുഡ് കഴിച്ചു നോക്കുന്നുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം നമ്മുടെ ശരണും കൊടുക്കുന്നുണ്ട്. ശരണും അതെടുത്ത് കഴിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ കെന്നോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് ഇത്ര ഹാൻസം ആയിട്ടുള്ള ഫ്രണ്ടുള്ള കാര്യം എന്താണ് പറയാഞ്ഞതെന്ന് ആ പെൺകുട്ടി ചോദിക്കുകയാണ്. എല്ലാവരും കൂടി വീട്ടിൻ്റെ ഉള്ളിലിട്ട് പോയിട്ട് നമ്മുടെ സ്പിന്നിങ് ഗെയിം കളിക്കുകയാണ്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബോട്ടിൽ ഇറക്കണം. അപ്പോൾ 2 പേരുടെ അടുത്തേക്ക് വരുമ്പോൾ അത് കപ്പിൾസായി മാറും, അതായത് ടീമായി മാറും. അവരൊരു സ്റ്റിക്ക് വായി വെക്കണം. അത് കഴിച്ച് ഏറ്റവും ചെറിയ ബൈറ്റാക്കുന്ന ആരാണോ ആ ടീമാണ് വിജയിക്കുന്നത്. അങ്ങനെ നമ്മുടെ ശരണും കെനിനുമാണ് ഒരു ടീം, മറ്റേ ടീം നമ്മുടെ ഫ്രണ്ടും ആ പെൺകുട്ടിയും കൂടിയാണ്. എന്നിട്ട് 4 പേരും ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പെൺകുട്ടിയും ഫ്രണ്ടും കൂടി അത് കഴിക്കുന്നുണ്ട്. പക്ഷെ പകുതി എത്തുമ്പോൾ അവർ ലിപ്പ് ടച്ച് ചെയ്യാതിരിക്കാനായിട്ട് നിർത്താണ്. പക്ഷെ നമ്മുടെ കെനിനും ശരണും കൂടി കിസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ആ ഗെയിം അവസാനിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇത് കാണിക്കാൻ വരുമ്പോൾ നമ്മുടെ കെനിൻ്റെയും ശരൻ്റെയാണ് കുഞ്ഞിത്. അങ്ങനെ കെനിനും ശരനും ജയിക്കുന്നുണ്ട്. കെനിൻ മാറി നിൽക്കുമ്പോഴേക്കും നമ്മുടെ ശരനോട് ചോദിക്കുന്നുണ്ട്, എന്തിനാണ് നീ മാറി നിൽക്കുന്നതെന്ന് നോക്കുമ്പോൾ, നിനക്കറിയോ എമിലിയിലെ ആൾക്കാർ കിസ് ചെയ്താൽ എന്താ സംഭവിക്കാമെന്ന്. അപ്പോൾ എനിക്കറിയില്ല എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് പോകുന്നുണ്ട്. 2 പേരും കൂടി വീട്ടിലെത്തുമ്പോൾ അച്ഛൻ ചോദിക്കുന്നുണ്ട്, എന്താണ് ഇത്ര വൈകിയെന്ന്. അപ്പോൾ പറയുന്നുണ്ട്, എനിക്കൊരു പാർട്ടി ഉണ്ടായിരുന്നു അതുകൊണ്ടാണെന്ന്. അപ്പോൾ നമ്മുടെ അച്ഛനോട് ചോദിക്കുന്നുണ്ട്, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, എമിലിയുടെ ആൾക്കാർ കിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുക. അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, എനിക്കത് പറയാൻ പറ്റില്ല. അപ്പോൾ ഇവൻ പറയാം, ഒന്നും കൂടി പറയാൻ, അവർ അവസാനം വരെ ആ റിലേഷൻഷിപ്പിലാവും എന്ന് പറയുന്നുണ്ട്. കെനിനാണെങ്കിൽ കുളിച്ച് കഴിഞ്ഞിട്ടും ആ കിസ് ചെയ്ത കാര്യം തന്നെയാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അവൻ വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് പൊക്കത്തേക്ക് പോവുകയാണ്. അവിടെ ചെല്ലുമ്പോൾ അച്ഛനും നമ്മുടെ ശരനോട് സംസാരിക്കുന്നതാണ് അവൻ കേൾക്കുന്നത്. ശരൺ പറയുന്നുണ്ട്, എത്ര നാളാണ് ഈ വെള്ളം അവൻ്റെ അടുത്ത് നിന്ന് മറച്ചു വെക്കുന്നത്. അച്ഛൻ പറയാം, അവന് പറഞ്ഞ് മനസ്സിലാക്കാൻ കുറച്ച് സമയം വേണം, കാരണം ഇത്ര നാൾ അവൻ എൻ്റെ മകനായിട്ടല്ലേ വളർന്നത്, പെട്ടെന്നൊരു ദിവസം എൻ്റെ മകനല്ലെന്ന് ഞാൻ എങ്ങനെ പറയുമെന്നാണ് അച്ഛൻ ചോദിക്കുന്നത്. ഇത് കേട്ടുകൊണ്ട് നമ്മുടെ കെനിനകത്തേക്ക് വരുന്നുണ്ട്. നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്, ഞാൻ നിങ്ങളുടെ മകനല്ലേ എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ നിൻ്റെ ബയോളജിക്കൽ ഫാദർ അല്ല, നീ ഒരു റോയൽ ഹൈനസ് എന്ന് പറയുന്നുണ്ട്. അവൻ റൂമിൽ പോയിട്ട് അവന് പറഞ്ഞു കൊടുത്ത എമിലി എന്ന രാജ്യത്തെ കഥാപുസ്തകമൊക്കെ വലിച്ചെറിയുന്നുണ്ട്. അവൻ പണ്ട് അച്ഛൻ പിയാനോ വായിക്കാൻ പഠിപ്പിച്ചതും പാട്ട് വായിക്കാൻ പഠിപ്പിച്ചതെല്ലാം അവൻ ആലോചിക്കുന്നുണ്ട്. അങ്ങനെ അവൻ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ശരൺ അങ്ങോട്ട് വരുന്നത്. പറയുന്നുണ്ട്, ഞാൻ നിന്നെ ടേക്ക് കെയർ ചെയ്യാൻ വന്നതാണ്, ഞാൻ എൻ്റെ ജീവിതം നശിപ്പിച്ചെന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ കെനിന് ഇരിക്കുന്നത്. അവൻ ആലോചിക്കുന്നുണ്ട്, പണ്ട് ഇവൻ കുഞ്ഞിതായിരുന്നപ്പോൾ അച്ഛൻ ഈ ഗെയിം കളിക്കാൻ പഠിപ്പിച്ചതും അവൻ താഴെ വീഴുമ്പോൾ ജയിച്ചു എന്നൊക്കെ പറഞ്ഞ് കളിക്കുന്ന കാര്യങ്ങളെല്ലാം. പിന്നെ പ്രസൻറ്റിൽ അവൻ ഒരു ഗെയിം തോറ്റപ്പോൾ അച്ഛൻ കുറച്ച് ചോക്ലേറ്റ് കൊടുത്തിട്ട് പറഞ്ഞു, ഇത് കുഴപ്പമില്ല, ഗെയിമിൽ തോൽവിയും ചെയ്യും ഉണ്ടാവും എന്നൊക്കെ പറയുന്നത് അവൻ പ്രസൻറ്റിൽ ആലോചിക്കുകയാണ്. അവന് പ്രാക്ടീസ് ചെയ്യാൻ പറ്റാതെ കരയുന്നുണ്ട്. അങ്ങനെ കെനിൻ അച്ഛൻ്റെ അടുത്തേക്ക് വന്നിട്ട് ചോദിക്കും, എനിക്ക് എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് അറിയണമെന്ന് പറയുന്നുണ്ട്. നിൻ്റെ അമ്മ അബ്യൂസ് ചെയ്യപ്പെട്ടു, അപ്പോഴേക്കും നിങ്ങളുടെ രാജ്യത്ത് ഒരു വലിയ അറ്റാക്കാണ് നടന്നത്, അതുകൊണ്ട് നിൻ്റെ ഗ്രാൻഡ് ഫാദർ, അതായത് രാജാവ്, നിന്നെ എൻ്റെ കയ്യിൽ റെസ്ക്യൂ ചെയ്യാനായിട്ട് കൊണ്ടുവന്നതാണ്. ഇപ്പോൾ നീ വളർന്നു വലുതായി, നിന്നെ റിട്ടേൺ കൊടുക്കേണ്ട ടൈം എത്തിയെന്ന് പറയുന്നുണ്ട്. നമ്മുടെ കെനിനാണെങ്കിൽ ഇതൊന്നും ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അവൻ്റെ അച്ഛൻ്റെ ഫോട്ടോ കെട്ടിപ്പിടിച്ച് കിടക്കാണ്. അച്ഛൻ വന്നിട്ട് അവന് പുതപ്പൊക്കെ വിരിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അച്ഛൻ ആലോചിക്കുന്നുണ്ട്. നമ്മുടെ ചന്ദ്രൻ വരുമ്പോൾ കെനിൻ പറയാണ്, ഞാൻ ഒരു രാജ്യത്തേക്കും ഇല്ല, എനിക്കൊരു രാജ്യത്തിൻ്റെ രാജാവാവണ്ട, എനിക്ക് എൻ്റെ അച്ഛൻ്റെ മകനായിട്ട് ജീവിച്ചാൽ മതിയെന്ന്. എന്നിട്ട് നമ്മുടെ കെനിൻ്റെ തലോടിയിട്ടാണ് അച്ഛൻ അവിടുന്ന് പോകുന്നത്. കെനിനാണെങ്കിൽ രാത്രി ഉറങ്ങാൻ വരാതെ ഹോളിലേക്ക് ചെല്ലാണ്. അപ്പോൾ ചരനും അച്ഛനും കൂടി സംസാരിച്ചിരിക്കുന്ന കേൾക്കും. പെട്ടെന്ന് തന്നെ ഇവൻ ചെന്നിട്ട്, എനിക്ക് ഒരു സ്ഥലത്തേക്കും വരാൻ താല്പര്യമില്ലെന്ന് പറയുമ്പോൾ തന്നെ കുറേ ഗുണ്ടകൾ അങ്ങോട്ട് വരികയാണ്. എല്ലാവരും അറ്റാക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ ചരണാണെങ്കിൽ എല്ലാവരും അടിച്ചിടുന്നുണ്ട്. ഇരിക്കുന്ന ഫൈറ്റർ അച്ഛൻ്റെ നേരെ തോക്ക് ചൂണ്ടുന്നുണ്ട്, ഒരു വെടിവെച്ച് കേൾപ്പിക്കുന്നുണ്ട്. ഈ ഒരു സീനും കാണിച്ചുകൊണ്ടാണ് ഫസ്റ്റ് എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ സീരീസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് എപ്പിസോഡിന് വെയിറ്റും കൂടി ചെയ്യുക.